KPCC പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. ഒഴിവുവന്ന പദവികളിലേക്ക് പുതുമുഖങ്ങളെ പരിഗണിക്കുന്ന കാര്യവും സജീവ ചർച്ചയിലാണ്. കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാത്ത KPCC വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും മാറ്റിയേക്കുമെന്നാണ് സൂചന. അതേസമയം KPCC അധ്യക്ഷന് സ്ഥാനചലനം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന മറുവാദം സുധാകര പക്ഷം സജീവമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് പുനഃസംഘടനാ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സജീവമായിരിക്കുന്നത്. 1.5 വർഷത്തിനിടെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ബൂത്ത് തലം മുതൽ പാർട്ടിയിൽ ഉടൻ അഴിച്ചുപണി നടത്തണമെന്നാണ് ആവശ്യം. KPCC അധ്യക്ഷൻ K സുധാകരനെ ഉൾപ്പെടെ മാറ്റണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തുണ്ടെങ്കിലും സുധാകരനെ മാറ്റിയാൽ VD സതീശനും പദവി ഒഴിയണമെന്ന നിലപാടാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ സുധാകരൻ പക്ഷം അറിയിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. PT തോമസിന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന വൈസ് പ്രസിഡന്റ് പദവിയിലേക്കും പ്രതാപചന്ദ്രൻ നായരുടെ മരണത്തോടെ ഒഴിവുവന്ന KPCC ട്രഷറർ പദവിയിലേക്കും യുവമുഖങ്ങളെ കൊണ്ടുവരണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിമതനെ വിജയിപ്പിക്കാൻ കൂട്ടുനിന്ന DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന നിലപാടിലാണ് കണ്ണൂരിൽ നിന്നുള്ള ഭൂരിഭാഗം നേതാക്കളും. അതേസമയം തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് ശക്തമാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണയാണ് അദ്ദേഹത്തിന് ആശ്വാസമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ K മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ച തൃശൂർ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിന് പകരക്കാരനായി ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിലും അസംതൃപ്തി പുകയുന്നുണ്ട്. ജില്ലാ തലങ്ങളിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ കാസർഗോഡ് DCC അധ്യക്ഷൻ PK ഫൈസലിനും കൊല്ലം DCC അധ്യക്ഷൻ P രാജേന്ദ്ര പ്രസാദിനും വീഴ്ച സംഭവിച്ചെന്ന പരിഭവവും KPCC നേതൃത്വത്തിനുണ്ട്. ഇതിനു പുറമെ പ്രായാധിക്യം പരിഗണിച്ച് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനെ മാറ്റുന്ന കാര്യവും ചർച്ചയിലുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക പ്രാതിനിധ്യവും ഉറപ്പുവരുത്തി പുനഃസംഘടന പൂർത്തിയാക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലെ പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18. ഡാൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ അവസാനം പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പാക്കി എങ്ങനെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുനഃസംഘടന നടക്കുമെന്നത് ഉറ്റുനോക്കുകയാണ്. എന്താണ് ചർച്ചകൾ, ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ആവർത്തിച്ച് സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പുനഃസംഘടന നടത്തുക എന്നൊരു വലിയ വെല്ലുവിളി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അവിടെയാണ് പൊതുസ്വീകാര്യരായിട്ടുള്ള നേതാക്കളെ ബൂത്ത് തലം മുതൽ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് പരിഗണിക്കണം എന്ന അഭിപ്രായവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചുരുങ്ങിയ കാലം മാത്രമാണ് ബാക്കി. ഏതാണ്ട് 1.5 വർഷത്തിനകത്ത് ഈ 2 തെരഞ്ഞെടുപ്പുകളും നടക്കാനിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം UDFന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും നടന്നത് ഉമ്മൻചാണ്ടിയുടെയും അതോടൊപ്പം തന്നെ PT തോമസിന്റെയും നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളാണ്. അവിടെ അതൊരു രാഷ്ട്രീയ പോരാട്ടമായി ഒരു തരത്തിലും വിലയിരുത്താനാവില്ല. വൈകാരികത തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ മുന്നേറ്റത്തിന് വഴിവെച്ചത് എന്നൊരു പൊതുവിലയിരുത്തലുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടടക്കം വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നിരുന്നു. അവിടെ കൃത്യമായി വലിയ വിവാദങ്ങൾക്ക് നടുവിലും രാഹുൽ മാങ്കൂട്ടത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും UDF നേതൃത്വത്തിനിടയിലുമൊക്കെ വലിയ ആവേശമാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും K മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അന്നു മുതൽ, അതായത് ഫലപ്രഖ്യാപനം വന്നപ്പോൾ മുതൽ വ്യക്തമാക്കിയത് ഇത് കൃത്യമായി ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന വിജയത്തിന്റെ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് കരുതേണ്ട, അതല്ല രാഷ്ട്രീയ സാഹചര്യം. അതിനപ്പുറത്ത് സംഘടനാ തലത്തിൽ പാർട്ടിയെ കൂടുതൽ ബലവത്താക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്ന അഭിപ്രായമായിരുന്നു
മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, പ്രത്യേകിച്ച് തൃശൂരിൽ അടക്കം പാർട്ടിക്ക് സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ KPCC നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KPCC തലങ്ങളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം, ജനറൽ സെക്രട്ടറിമാർ, അതോടൊപ്പം DCC അധ്യക്ഷന്മാർ തുടങ്ങിയവരിൽ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാത്തവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടൊരു പൊതുസംഘടന ഈ സജീവമായ ചർച്ചകളിൽ നിറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ K സുധാകരനെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരു നിലപാടുമായി ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന, ഹൈക്കമാൻഡുമായി അത്തരം ചർച്ചകൾ നടത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഹൈക്കമാൻഡിന് മുമ്പിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സുധാകരൻ പക്ഷം മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു പാക്കേജായാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശനും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരനും എത്തിയത്. അങ്ങനെ ഒരാളെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ നിലനിർത്തുന്ന രീതി അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് സുധാകരൻ പക്ഷം. മാത്രവുമല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുന്നൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സര രംഗത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത്. താല്പര്യം ഇല്ലാതിരുന്നിട്ടും നിർബന്ധിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് വിജയിച്ചത് അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം നടത്തുന്നതിന് വിലങ്ങുതടിയായി മാറുന്ന ഒരു പശ്ചാത്തലമാണ് അന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ അവർ മുമ്പോട്ട് വെക്കുന്ന ന്യായം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കാൻ K സുധാകരന് കഴിയില്ല. അതുകൊണ്ട് പകരം ഒരു പുതുമുഖത്തെ കൊണ്ടുവരണമെന്നൊരു ന്യായമാണ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അവിടേക്ക് ഒരു പൊതുസമ്മതനെ കണ്ടെത്തുമ്പോൾ അവിടെയും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളുമൊക്കെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിലും വലിയൊരു വെല്ലുവിളിയായി മാറും. ആ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുനഃസംഘടനയിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം കടക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ വിരളമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ സാധ്യത തള്ളിക്കളയാൻ കഴിയത്തുമില്ല. എന്തായാലും KPCCയിൽ അടിയന്തരമായി തന്നെ പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. അവിടെ PT തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം, അതോടൊപ്പം തന്നെ പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തോടെ ഒഴിവുവന്ന ട്രഷറർ സ്ഥാനം, അവിടേക്കൊക്കെ കൃത്യമായി എത്രയും പെട്ടെന്ന് തന്നെ യുവമുഖങ്ങളെ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ അവതരിപ്പിക്കണമെന്നൊരു നിലപാടിലാണ് KPCC നേതൃത്വം ഉള്ളത്. ബൂത്ത് തലം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പുനഃസംഘടന എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നൊരു ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ K സുധാകരനും VD സതീശനും തമ്മിൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങളുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പരസ്യമായി പ്രകടമാകുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ഇപ്പോൾ രംഗം ശാന്തമാണ്. പക്ഷേ അത് കൂടുതൽ കലുഷിതമാകാതെ ഒരു സമവായ നീക്കത്തിലൂടെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നൊരു നീക്കം തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതിനിടയിൽ കൂടുതൽ കല്ലുകടിയിൽ ഇല്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കുക എന്നൊരു വെല്ലുവിളിയാണ് നേതൃത്വത്തിന് മുമ്പിൽ ബാക്കിയാകുന്നത്. ശരി ഡാൻ, എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ വാർത്തയിലേക്ക് വിശദമായി എത്താം.